അയ്യോ എൻ്റെ ദൈവമേ, പെരുവേലത്ത് നടന്ന് മടുത്തല്ല. ഓർമ്മയുണ്ടെങ്കിൽ ആ കുടയെടുത്ത് വയ്ക്കാനും കയ്യിൽ. എന്നാലും കമലെ ചേടിയെ പോയിട്ടുണ്ടാവുക. ഇനി പേടിയെ ഞാൻ പോയിട്ട് പഠിക്കണ്ടോ? എടീ ലില്ലിക്കുട്ടി. ഓ കമലേച്ചി, നിങ്ങൾ എവിടെയാണുള്ളത്? ഞാൻ എത്ര നിങ്ങളെ നോക്കി നടന്നെന്നറിയാം. ഞാൻ അന്നേരം ഇവിടെയുണ്ട്. ഞാൻ നേരത്തെ ആ വയൽ തേച്ചും നടന്നു നിങ്ങളെയും പരിധിട്ട്. എന്നിട്ട് ആ ശോഭേച്ചിനെ അവിടെ കണ്ടിന്. ശോഭേച്ചിയോട് ഞാൻ ചോദിച്ചു കമലേച്ചിനെ കണ്ടിനോ? അങ്ങനെ പറഞ്ഞു ഇന്ന് ഈ ഭാഗത്ത് വന്നിട്ടേ ഇല്ല. ഞാനും പോയി ചിതേടിയാണ് നിങ്ങളീ പോകേണ്ടത്. എന്നിട്ട് അമ്മച്ചിന് വയലിൻ്റെ അടി ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് നോക്കി വന്നു. എന്തിനാ നിങ്ങൾ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുന്നേടാ? കുറേ സമയം ഇവിടെ ഇരിക്കാന്ന് വെച്ചിട്ടല്ലേ. എന്നാലും ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നിരിക്കണ. പെട്ടെന്നായിട്ട് എന്തെങ്കിലും കയ്യാണ്ടായി പോയെങ്കിൽ ആരാ കാണുക? എന്നാണ് അതൊന്നല്ല, നിങ്ങൾ എന്നോട് പറ. എന്തോ സങ്കടം ഉണ്ടല്ലോ. അല്ലാണ്ട് നിങ്ങൾ ഇവിടെ ഒന്ന് വന്നിരിക്കൂലെന്ന് എനിക്കറിയാം. അത് പണിയെല്ലാം വിട്ടത് വിഷമം കൊണ്ട് ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അതുകൊണ്ടാണ് മോളെ. അതെയോ? കുറേ കടമുണ്ട്. എന്തെങ്കിലും വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പം അല്ലേ ഒരാളെ കല്യാണം കഴിഞ്ഞില്ലേ, അപ്പോൾ 50 പവനാ കൊടുക്കുന്നു. അതുകൊണ്ട് കുറേ കടം വാങ്ങി. അങ്ങനെയാണ് മോളെ. എവിടുന്ന് ഈ 50 പവൻ വാങ്ങാൻ ചേച്ചിക്ക് പൈസ കിട്ടിയത്? പൈസ എങ്ങനെയോ കഷ്ടപ്പെട്ട്. എന്നോട് ചേച്ചി കളവൊന്നും പറയണ്ട. വീട് പണയം വെച്ചിട്ടല്ലേ ചേച്ചി പൊന്നെല്ലാം വാങ്ങിയിട്ട് കൊടുത്തിന്? വീട് പണയം വെച്ചിട്ടാണ്. വീട് പണയം വെച്ചിട്ട് ഈ 50 പവനും കൊടുത്തിട്ട് ഇപ്പം മക്കൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? മക്കളൊന്നും അറിയില്ല. അറിയാന്ന് പറയുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കേരളത്തിലെ എല്ലാ അമ്മമാരെയും അവസ്ഥ ഇത് തന്നെയാണ് ചേച്ചി. മക്കളെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആടുന്ന് ഇവിടുന്ന് കടം വാങ്ങിയിട്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും വീട് പണയം വെച്ചിട്ടും 50ഉം 100ഉം പവൻ കൊടുത്തിട്ടും മക്കളെ കല്യാണം കഴിച്ചു വിടും. എന്നിട്ട് എന്താ കാര്യം? കല്യാണം കഴിച്ച പിറ്റേ ദിവസം തന്നെ മക്കൾ എന്താക്കുന്ന വെച്ചാൽ അവർക്ക് കിട്ടിയ പൊന്ന് തേച്ചും അവർ കൊണ്ടുപോയിട്ട് ലോക്കറിൽ വെക്കും. ലോക്കറിൽ വെക്കും. എന്നാൽ പിന്നെ ആ ഇട്ടുകൊടുത്ത താലി ഇടൂല. താലി അവരെന്താക്കുന്ന വെച്ചാൽ ലോക്കറിൽ വെച്ചിട്ട് ഒരു നേരിയ നൂല് പോലത്തെ ഇട്ടിട്ട് അവരിതിട്ടിട്ടാണ് നടക്കുന്നത്. എന്നാൽ പിന്നെ ഈ മക്കൾ ചിന്തിക്കുന്നുണ്ടോ നമ്മളെ കഴിപ്പിച്ച് അയച്ച അമ്മയും അച്ഛനും ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കഴിപ്പിച്ച് അയച്ചിന്, എന്നാൽ അവരെ നമുക്ക് എന്തെങ്കിലും ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ആ ലോണെല്ലാം ഒന്ന് അടക്കാനെല്ലാം എന്തെങ്കിലും ഒരു പൊന്നോ പൈസയോ കൊടുത്തും സഹായിക്കണമെന്ന് ആ മക്കളും കൂടി ഒന്ന് ചിന്തിക്കണ്ടേ? ഇതിപ്പോൾ ഈ കമലേച്ചിൻ്റെ വിഷമം മാത്രമല്ല കമലേച്ചി, ഞാൻ പറഞ്ഞ പോലെ കേരളത്തിലെ എല്ലാ അമ്മമാരെയും അവസ്ഥ തന്നെയാണ്. എല്ലാ അമ്മമാരും അവരെ മനസ്സിനുള്ളിൽ കൊണ്ടുവരുന്നൊരു സങ്കടമായിരുന്നു. അത് പക്ഷെ പുറത്തുള്ള ആൾക്കാർ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ ബാങ്കിൽ ലോക്കറിൽ കിടക്കുന്ന സ്വർണത്തിന് അറിയില്ലല്ലോ അമ്മമാരെ മനസ്സിലെ സങ്കടം. പിന്നെ അത് മക്കൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും അവർ കഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് സഹായിക്കണം എന്നുള്ളത് ഈ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനിപ്പം കമലേച്ചി ഇങ്ങനെ ഇവിടെ സങ്കടപ്പെട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യും കമലേച്ചി, ഇത് ആലോചിച്ചിവിടെ ഇരുന്നിട്ട് വെറുതെ വിഷമിക്കൊന്നും വേണ്ട. വെറുതെ ഇങ്ങനെ മനസ്സ് വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല കമലേച്ചി. എല്ലാം വരുന്നിട്ട് വെച്ച് എല്ലാം നടക്കും, എല്ലാം ശരിയാവും. ഇങ്ങനെ വിഷമിച്ചെന്ന കാര്യം ശരിയാവും. വാ ഇവിടെ ഇരിക്കണ്ട, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇത് കമലേച്ചിൻ്റെ അല്ലേ? വാ എന്നാൽ ശരിയാവും. ഇനി മോള് വിളിപ്പിച്ചാകുമ്പോൾ ഒന്ന് ഞാൻ ചോദിച്ചെന്ന് പറയണം കേട്ടോ.